എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഒരു നല്ല പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെയാണ് ഇത് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പേസ്റ്റിന് പകരം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇതൊന്ന് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ എരിവിന് പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആ ഒരു മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കൂടുതലായിട്ട് മസാലകളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ആ ഒരു മസാലയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പലഹാരം ഞാനിവിടെ 1 കപ്പ് അളവ് റവ ഉപയോഗിച്ചാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വരിക. ഞാനിവിടെ വെള്ളം 2 കപ്പ് മുഴുവനായിട്ടും ഒഴിച്ചിട്ടില്ല, കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ചിക്കൻ്റെ സ്റ്റോക്കാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പലഹാരം ചിക്കൻ ഉപയോഗിച്ചാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കിട്ടും. ആ ഒരു വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പാകത്തിന് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. വെള്ളം ഇവിടെ തിളച്ച് വന്നതിന് ശേഷം എരിവ് പാകത്തിന് ഇല്ലയെന്ന് കണ്ടതുകൊണ്ട് മാത്രം 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. വറുത്ത റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഫൈനായിട്ടുള്ള നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് സമയം കഴിയുന്തോറും റവ നന്നായിട്ട് കട്ടിയായി വരും. അതുപോലെ വെള്ളം നന്നായിട്ട് കുറുകി വന്ന് റവയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു പലഹാരം ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഉപയോഗിച്ചാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ആവിയിലാണ് വേവിച്ചിരുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ വെള്ളം എത്രയാണോ ഇറങ്ങി വന്നത് അത് നോക്കിയിട്ട് വേണം ആദ്യം വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. 1 കപ്പ് അളവ് റവയ്ക്ക് 2 കപ്പ് അളവ് വെള്ളം എന്നുള്ളതാണ് ആ ഒരു കണക്ക്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ പാനിൽ നിന്നൊക്കെ റിലീസായിട്ട് വന്ന് ഒരു ഡോ പരുവത്തിലാകുന്ന ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു മസാലയിലും നല്ല പോലെ തന്നെ ചിക്കൻ്റെ രുചി ഉണ്ടാകും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡോ പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് പൊടിച്ച ചിക്കനാണ്. ഏകദേശം 1/2 കപ്പിൻ്റെ അളവാണ് ഇത് വരിക. ഇത് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് ആവിയിൽ വേവിച്ചെടുത്തതാണ്. ചിക്കനിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയാണ് ഇട്ട് വേവിച്ചത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ചിക്കൻ എല്ലാ ഭാഗത്തേക്ക് എത്താനും സഹായിക്കും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കാനും സഹായിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒരല്പം സമയം എടുത്ത് തന്നെ ഇത് കുഴച്ചോളൂ. ആദ്യമൊക്കെ കയ്യിൽ പറ്റിപ്പിടിക്കുന്നതായിട്ട് തോന്നും. കുറച്ച് സമയം കഴിയുമ്പം ഒട്ടും പറ്റിപ്പിടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് റെഡിയായിട്ട് വരും.
അപ്പോൾ ദാ ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്ത് വരുന്നുണ്ട്. ഇതെന്തായാലും ഈ ഒരു രീതിക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടും കട്ടകളില്ലാത്ത കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കൂട്ടിൻ്റെ പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുന്നൊന്നുമില്ല. ഈ ഒരു പാകാവുന്നത് വരെയാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുള എടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതൊന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കുക. അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം കത്തി ഉപയോഗിച്ചിട്ട് വരഞ്ഞു കൊടുക്കാനാണ് പോകുന്നത്. കത്തീൻ്റെ ബാക്ക് ഭാഗം ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ വരഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കത്തി ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കത്തി ഉപയോഗിച്ചാണ് തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ കത്തീൻ്റെ ബാക്ക് ഭാഗം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഒരുപാട് അമർത്തി കട്ടാവാണ്ടിരിക്കാനും നോക്കണം. ഒന്ന് ചെറുതായിട്ട് ലൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വളരെ കുറച്ച് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. നമ്മളിവിടെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് എണ്ണ ഉപയോഗിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് മൊരിയിച്ചെടുക്കാനാണ് പോകുന്നത്. ഇതിൻ്റെ ഉള്ളോളം വെന്ത് വന്നതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാൻ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പം എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അനക്കാതെ വയ്ക്കുക. അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചാക്കിയിട്ട് രണ്ട് ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവ കൊണ്ട് കുറഞ്ഞ സമയത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൽ ഞാനിപ്പോൾ ചിക്കൻ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ ഉപയോഗിച്ചും ഉപയോഗിക്കാതെയും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചിക്കൻ കൂടി വരുമ്പോൾ ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.